ക്രൂരമായ റാഗിങ്ങിനിരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. SFI പ്രവർത്തകരടക്കം 18 പേർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പല തവണയും ശ്രമം നടന്നിരുന്നു. പ്രതികൾക്ക് പഠനം തുടരാനുള്ള ഇടപെടൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞതാണ് കേസിൽ ഒടുവിൽ നടന്നത്. കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെ: 2024 ഫെബ്രുവരി 18 തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥൻ്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായി പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചു. കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തു വന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയാൻ ഇടയാക്കിയത്. ഫെബ്രുവരി 16 മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്തും മുറിയിലും വച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും യൂണിവേഴ്സിറ്റി ഡീനും പ്രയത്നിച്ചു. SFI പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാർ നിലപാടുകൾ. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടായത്. കേസിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ മരണത്തിന് ഉത്തരവാദികളായ 19 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഗവർണറുടെ ഇടപെടലിലൂടെ വൈസ് ചാൻസലറും ഡീനും വാർഡനുമെല്ലാം നടപടികൾ നേരിട്ടു. CPM നേതാവും മുൻ MLAയുമായ CK ശശീന്ദ്രൻ പ്രതികളെ എത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ എത്തിയെന്ന വിവാദവും CPM നിലപാടിനെ സംശയത്തിലാക്കുന്നതായി. കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ CBIക്ക് വിട്ടെങ്കിലും രേഖകൾ അടക്കം കൈമാറുന്നതിൽ താമസം വരുത്തി കേസ് അന്വേഷണം വൈകിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി. കേസിലെ പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടർ പഠനം നടത്താൻ അടുത്തിടെ ഹൈക്കോടതി അനുമതി നൽകി. എന്നാൽ ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.